ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഞാൻ ജാവയുടെ ഒരു ബേസിക് ക്ലാസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇൻട്രൊഡക്ഷൻ അബൌട്ട് ജാവ, പിന്നെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ, ജാവയുടെ പ്രോഗ്രാം എങ്ങനെ എഴുതാം, പിന്നെ സാമ്പിൾ പ്രോഗ്രാംസ്, ഓരോ ജാവയിൽ വരുന്ന ഓരോ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാംസ്, എങ്ങനെ ജാവ ഇൻപുട്ട് ചെയ്യാം, എങ്ങനെ അതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഡിഗ്രി സ്റ്റുഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ അവർക്ക് എക്സാമിൽ ഒരു ജാവ പേപ്പർ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് പേപ്പർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്ന വഴി, ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു ജാവ വന്ന വഴി, അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. BCPL, ഫോർട്രാൻ തുടങ്ങിയ ലാംഗ്വേജിനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. 1967 മുതൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ലോകം സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഇതൊന്നൊന്നുമല്ല നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് യുഗം സ്റ്റാർട്ട് ചെയ്തത്. ഒരു C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വന്നതോടുകൂടിയാണ് പ്രോഗ്രാമിംഗ് ആ വേൾഡിന് തന്നെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു പുതിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു പുതിയ യുഗം സ്റ്റാർട്ട് ചെയ്തത് C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജോട് കൂടിയാണ്. ഡെന്നിസ് റിച്ചി 1972 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം CPP വന്നു, C++, ജോണി സ്ട്രൗസ്ട്രാപ്പ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അതിനെ ഡെവലപ്പ് ചെയ്തു 1983. പിന്നീട് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി, എന്താ പറയുക, നമുക്ക് ISO എന്നൊക്കെ പറയുന്ന മാതിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ അംഗീകരിക്കുന്ന കമ്മിറ്റി അതിനെ എന്താ പറയുക, കമ്മിറ്റി അതിനെ കമ്മിറ്റി അതിനെ അംഗീകരിച്ചോട് കൂടിയിട്ട് അത് ANSI ആയിട്ട് മാറി. പിന്നീട് അവിടെ നിന്ന് C എന്നുള്ളത് ANSI ആയിട്ട് മാറി. പിന്നീട് അങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ് മാറി മാറി വന്നുകൊണ്ടിരുന്നു ഓരോ വർഷങ്ങളിലായിട്ട്. ഇതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജാവ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ജാവയ്ക്ക് ഫസ്റ്റ് നമ്മൾ സയൻറ്റിസ്റ്റ് ജെയിംസ് ഗോസ്ലിംഗ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങേര് നൽകിയിരുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ക് എന്നുള്ള പേര് ആണ് ആദ്യം നൽകിയിരുന്നത്. 1991 അത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് സൺ മൈക്രോ സിസ്റ്റംസ് ആണ് അതിനെ ജാവ എന്ന പേരിൽ 1995 അതിനെ ഡെവലപ്പ് ചെയ്തത്. ആ സൺ മൈക്രോ സിസ്റ്റംസ് ആണ് പിന്നീട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ജാവയുടെ രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നതും നമുക്ക് എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയ രീതിയിലും പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയ രീതിയിലും നമുക്കതിനെ യൂസ് ചെയ്യാനുള്ള ഫോമാറ്റിൽ മാറ്റിയെടുത്തത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. അതുകൊണ്ട് ജാവയുടെ ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുക സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. എങ്കിലും ശരിക്കും പറഞ്ഞാൽ അതിന് ഇൻവെൻഷൻ സ്റ്റാർട്ട് ചെയ്തത് ജെയിംസ് ഗോസ്ലിംഗ് ആണ്. ശരിക്കും അതിൻ്റെ ഡെവലപ്പർ പറയുന്നത് ജെയിംസ് ഗോസ്ലിംഗ് ആണ്. ഓക്കെ, ഇതിൽ ജാവയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, പോർട്ടബിൾ ആണ്, സിമ്പിൾ ആണ്, റോബസ്റ്റ് ആണ്, പവർഫുൾ ആണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ സാധിക്കും. കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സ്, ഊപ്സ് എന്ന് നിങ്ങൾ കേട്ടിരിക്കും CPP പഠിച്ചവർ. ആ കോൺസെപ്റ്റ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. CPP ഇല്ലേ നിങ്ങൾ ചോദിക്കും. CPP പക്ഷേ പാർഷ്യൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. CPPയിൽ ഊപ്സ് കോൺസെപ്റ്റ് ഇല്ലാണ്ട് നമുക്ക് C എഴുതുന്ന പോലെ CPP എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും CPP കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല, പാർഷ്യലാണ്. ഓക്കെ, ജാവയിൽ പക്ഷേ നമുക്ക് ക്ലാസ്സസോ ഒബ്ജക്ട്സോ ഒക്കെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം തുടങ്ങിയിട്ടുള്ള ഊപ്സ് കോൺസെപ്റ്റ് ഇല്ലാതെ നമുക്കൊരിക്കലും ജാവ പ്രോഗ്രാമിംഗ് എഴുതാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇത് പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസ്, അതിൻ്റെ സൈസിനാണ് പോർട്ടബിൾ, വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ സിമ്പിളാണ്, ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ജാവ പ്രോഗ്രാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി C പ്രോഗ്രാം അറിയുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് ജാവ പഠിക്കാം. ഒരു ലാംഗ്വേജും അറിയാത്ത ഒരു വ്യക്തിക്ക് പോലും ജാവ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
റോബസ്റ്റ് മീൻസ് ഫ്ലെക്സിബിൾ, വളരെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ജാവയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ 2 ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസും ഒന്ന് സെക്കൻഡ് വൺ വെബ് ആപ്ലിക്കേഷൻസും. ഇതുവരെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നതാണ് 2 ടൈപ്പ്. ഇതുവരെ സ്റ്റാൻഡ് അലോൺ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ 2 ടൈപ്പാണ് ജാവയിനകത്ത് വരുന്നത്, സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസും വെബ് ആപ്ലിക്കേഷൻസും. സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് മാത്രം നമ്മൾ സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു. ആ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്നത്. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാവ പ്രോഗ്രാമിംഗ് കോഡ് ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റിനകത്ത് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ സാധിക്കുക. വെബ് കാലണ്ടർ, വെബ് കാൽക്കുലേറ്റർ, വെതർ ഫോർകാസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്ക് ജാവ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആപ്ലെറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. അത് ഇനിയിപ്പോൾ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ജാവ ഏത് പ്ലാറ്റ്ഫോമിനകത്തും വർക്ക് ചെയ്യും. പ്ലാറ്റ്ഫോം മീൻസ് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് വിൻഡോസ് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ജാവ അതിനകത്ത് വർക്ക് ചെയ്യും. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ബേസിക്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു ബേസിക് ക്ലാസ് മാത്രമേ ഞങ്ങൾ തന്നിട്ടുള്ളൂ. നിങ്ങളുടെ കമൻസിനനുസരിച്ച് ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.